വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 ഇതൊക്കെ ദൈവം തരുന്നു, നമ്മൾ മേടിക്കുന്നു. അങ്ങനെ പ്രഗ്നൻ്റ് ആയപ്പം ഭയങ്കര ഇമോഷണലി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ വീഡിയോയിൽ ഇവള് കരയുമ്പോഴത്തേക്ക് ഞാൻ ചിരിച്ചോണ്ടാണല്ലോ അച്ഛൻ പോട്ടെ എന്നൊക്കെ പറയുന്നത്. എല്ലാവരും പറയുന്നത് ഡാനി എന്തൊരു ആളാണ്, ഡാനിക്ക് അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാവത്തില്ല. ഞാനിവിടെ കരയാൻ പറ്റത്തില്ലല്ലോ. ഞാനിവിടെ ഇപ്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് മെന്റലി പിന്നെയും ഡൗൺ ആവത്തല്ലേ ഉള്ളൂ. നീനുനെ അടക്കം ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡെലിവറി ആയ സമയത്ത് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോഴത്തേക്ക് ഇവള് കരഞ്ഞിട്ട് കേട്ടോ പറ്റത്തില്ല, എനിക്ക് ഇനി ഞാൻ യൂട്യൂബ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. നീനു ബേബി എനിക്ക് ഫുഡ് കൊടുക്കുന്ന സീൻസിലൊക്കെ പറയുന്നുണ്ട് ഇവളുടെ കൊച്ചല്ലേ, ആട്ടുംപുളിക്ക് കൊടുത്താലും കഴിക്കുമെന്ന് പറഞ്ഞ് കൊച്ചിനെ വരെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണ് ഏട്ടൻ. നിങ്ങൾ വീഡിയോ കാണുന്ന ആളേ അല്ല. നീനു ബേബി വന്നതിന് ശേഷം അതിൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര വ്യത്യാസമാണ്. ഒരുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് പെൺകൊച്ചിനായിരുന്നു ഇഷ്ടം. പുറത്ത് പോകുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം, അകത്തിരിക്കുന്നതിന് കാട്ടി. അവർക്ക് അതാണ് കൂടുതലും പുറത്തിങ്ങനെ ഇറങ്ങി നടക്കുന്ന ഇഷ്ടം. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ടൈമാണ് ആ പ്രഗ്നൻസി പീരിയഡ്. അച്ചു കട്ട്ലറ്റ് വേണോ കഴിക്കാൻ? ഇന്ന് കട്ട്ലറ്റ് കഴിക്കാൻ അച്ചു മാത്രമല്ല ഞാനും ഉണ്ട്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇന്റർവ്യൂവിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന 2 പേരാണ്, അച്ചുവും അതുപോലെ തന്നെ ഡാനിയും. വെൽക്കം. വെൽക്കം നമ്മുടെ വീട്ടിലേക്ക്. അല്ല, എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ എടുക്കണം എന്ന് ഒരുപാട് പേര് ഇപ്പൊ കമന്റ് ബോക്സിലാണെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ ഇന്റർവ്യൂ കൊണ്ടുവന്നാൽ കൊള്ളാം എന്നൊക്കെ കമന്റ് വരുന്ന 2 പേരാണ് നിങ്ങളുടെ 2ന്റെ. അപ്പം അശ്വതി എന്നുള്ള പേര് പോലും ആൾക്കാർ അശ്വതി എന്ന് പറയാറില്ല, അച്ചു അങ്ങനെയാണോ ശരിക്കും എല്ലാവരും വിളിക്കാറ്? അതെ അതെ, പുറത്തു പോകുമ്പോഴേക്കും എങ്ങനെയാ വിളിക്കാറ്? വിളിക്കുന്നത് അശ്വതി നെയ്മ ആർക്കും അറിയത്തില്ല. അപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പോ സന്തോഷമായിട്ടിരിക്കുന്നു. നീനും ഇപ്പം 2ാമത് പ്രഗ്നന്റ് ആണല്ലോ. അതെ, ഹാപ്പി ആയിട്ട് ഡബിൾ ഹാപ്പിനെസ് ആണെന്നല്ലേ. നീനൊപ്പം ഒരാളും കൂടി ഇനി ഫാമിലിയിലേക്ക് പെട്ടെന്ന് തന്നെ വരാൻ പോകുന്നല്ലേ. എനിക്ക് തോന്നുന്നു ആ പ്രഗ്നൻസി റിവീലിംഗ് അത് യൂട്യൂബിലേക്ക് റിവീൽ ചെയ്ത സമയത്ത് അത് ഭയങ്കര രീതിയിൽ തന്നെ വൈറലായൊരു സാധനമായിരുന്നു. അപ്പം ആ ഒരു റിവീലിംഗ് ശരിക്കും എങ്ങനെയായിരുന്നു? നിങ്ങൾ ഞെട്ടിയോ ശരിക്കും? ആ ഒരു രണ്ടാമത്തെ നോർമലി വീഡിയോ ചെയ്യുന്ന കണക്കങ്ങ് ചെയ്തേ ഉള്ളൂ. അവള് കരഞ്ഞെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട് നമ്മള് നോർമലി ചെയ്യുന്നുള്ളൂ. പക്ഷേ ആൾക്കാരെങ്ങനെ വിചാരിക്കും പ്രതീക്ഷയില്ല. സീറോ പ്രതീക്ഷയായിരുന്നു അതില്. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം നമ്മൾ ഹാഫാണ് കരഞ്ഞൊരു പോർഷനും അത് കഴിഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ. പക്ഷെ ആൾക്കാരും അത് ഉൾക്കൊണ്ടില്ല. നമ്മൾ കരയുന്ന അതിന്റെ ഏറ്റവും ലാസ്റ്റില് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ വൈഫ് പ്രഗ്നന്റ് ആണെന്ന് പറയുന്നത് എല്ലാവരും ചിരിച്ചു കളിച്ചിരിക്കുന്നൊക്കെ സീനൊക്കെ ഉണ്ട്. അതൊന്നും ആരും റിവ്യൂ ഇത് ചെയ്തില്ല. ആ ഒരു പോർഷൻ മാത്രം റിയാക്ട് ചെയ്തവര് പോലും ഈ ഹാഫ് പോർഷൻ മാത്രമേ എടുത്തോളൂ, ബാക്കി ഒന്നും ആരും എടുത്തില്ല. അപ്പം ഒരുപാട് പേര് അങ്ങനെ നെഗറ്റീവ് രീതിയിൽ എടുത്തെങ്കിലും ശരിക്കും സെക്കൻഡ് ബേബി പെട്ടെന്ന് തന്നെ വരുന്നു. അതായത് നീനു ബേബി ഒന്നര വയസ്സായപ്പോൾ തന്നെ അടുത്ത ആള് വരുന്നു. അപ്പം അതിൽ പെട്ടെന്ന് അച്ഛനിപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു ശരിക്കും ഉണ്ടായിരുന്നൊരു റിയാക്ഷൻ എന്തായിരുന്നു? എന്റെ ശരിക്കുള്ള റിയാക്ഷൻ തന്നെയാണ് ആ വീഡിയോയിൽ കണ്ടത്. എനിക്ക് പ്രഗ്നന്റ് ആയതിലുള്ള പ്രശ്നമായിരുന്നില്ല. എനിക്ക് നീനു ബേബി ഉണ്ട്. അപ്പൊ അവളെ എനിക്കൊരു 2 years വരെ ഫീഡ് ചെയ്യണം, അവളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഒരു കൊണ്ടുപോകണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ്. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുമ്പം പല ആൾക്കാർ പല ചോദ്യങ്ങൾ കൊണ്ടുവരാം. പക്ഷേ അറിയാതെ അൺഎക്സ്പെക്റ്റഡ് ആണ്. അത് പല വീഡിയോയിലും ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് സയൻറ്റിഫിക്കലി കൂടുതൽ എനിക്ക് പറയാൻ താല്പര്യമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ ഭയങ്കര ഇമോഷണലി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പ്രഗ്നൻ്റ് ആയപ്പം. അത് വേറൊന്നും കൊണ്ടല്ല, കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അല്ല. എനിക്ക് നീനു ബേബീനെ ഒരു കെയർ ചെയ്ത് അവളൊരു വളർച്ച വരെ എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും ആ വീഡിയോയിൽ ഇവള് കരയുമ്പോഴത്തേക്ക് ഞാൻ ചിരിച്ചോണ്ടാണല്ലോ അച്ഛൻ പോട്ടെ എന്നൊക്കെ പറയുന്നത്. എല്ലാവരും പറയുന്നത് ഡാനി എന്തൊരു ആളാണ്, ഡാനി അച്ചു കരഞ്ഞോണ്ടിരിക്കുമ്പം ഡാനി ഇങ്ങനെ ചിരിച്ച് ഇതായിട്ട് ഡാനിക്ക് അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാവത്തില്ല. ഞാനിവിടെ കരയാൻ പറ്റത്തില്ലല്ലോ.
ഞാനിവിടെ ഇപ്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് മെന്റലി പിന്നെയും ഡൗൺ ആവത്തല്ലേ ഉള്ളൂ. അപ്പം ഞാൻ തിരിച്ച് വെൽക്കം ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു പോട്ടെ, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ വെൽക്കം ചെയ്തതാണ്. പക്ഷേ ആൾക്കാരത് വേറെ പല രീതിയിൽ അത് തിരിച്ചു മാറ്റിയെടുത്ത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു യൂട്യൂബ് ചാനൽ, അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇന്ന് എന്താണ് ഡിഷ്, അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ആ ഒരു സ്വീറ്റ് ഇന്ന് എന്താണ് ഉണ്ടാക്കി തരേണ്ടത്, അച്ഛൻ ഇത് ഉണ്ടാക്കി തരും അങ്ങനെ ചോദിക്കുന്നവർ. അപ്പം അത് ശരിക്കും എന്നും ഡാനി ചേട്ടൻ അങ്ങനെ ആണോ, ചോദിക്കാറുണ്ടോ? അത് കണ്ടന്റിന് വേണ്ടി അങ്ങനെ തുടങ്ങിയതാണോ? അല്ല, നമ്മൾ ഇവള് ഫസ്റ്റ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ചുമ്മാ നിന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ക്യാമറ കൊണ്ട് ചെന്ന് ഷവർമ ഉണ്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചതാണ്. അത് പെട്ടെന്ന് കയറി ഒരു 5 മില്യൺ ആൾക്കാർ, അതിലൂടെയാണ് തുടക്കം. അതിൽ നിന്നാണ് റീച്ച് കയറി വന്നത്. പിന്നെ നമ്മളെങ്കിലുമൊക്കെ കൊതി തോന്നുന്ന കാര്യങ്ങൾ പറയേണ്ട അടുത്ത് അത് അപ്പോഴും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളിപ്പോ യൂട്യൂബ് ചാനലിലേക്ക് വന്നിട്ട് ഇപ്പൊ എത്ര വർഷങ്ങളായിട്ടാണ്? 2 വർഷമായിരുന്നു. 2 വർഷമായി. ഏട്ട അതിൽ കൂടുതൽ വർഷമായി. ഞാൻ പണ്ട് വീഡിയോ ചെയ്യായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് റീച്ച് ആയത്. എന്ന് പറഞ്ഞാൽ ഈ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചുകൂടെ ആൾക്കാർ കണ്ടു തുടങ്ങിയത് ചാനൽ. അതിന് മുന്നേ ഞാൻ ഫുഡിങ്, ഈറ്റിംഗ് ചലഞ്ച്, ട്രാവലിങ് അതൊക്കെ ചെയ്യുമായിരുന്നു. 2-3-4 വർഷമായി ചാനൽ തുടങ്ങിയിട്ട്. പക്ഷെ ഈ 2 വർഷത്തിലാണ് ആ ഒരു ചാനൽ കുറച്ച് ഗ്രോത്ത് ആയത്. അപ്പോൾ നിങ്ങളുടെ കല്യാണത്തെ പറ്റി അറിയാൻ താല്പര്യമുണ്ട്. എങ്ങനെ, നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ? എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റോറി ചോദിക്കുകയാണെങ്കിൽ ആദ്യം കണ്ടതും? അത് സാധാ ഒഫീഷ്യലായിട്ട് തന്നെ പെണ്ണ് കാണാൻ വന്ന് അങ്ങനെ തന്നെയാണ് കല്യാണം നടന്നത്. എന്റെ പപ്പയും എന്റെ അച്ഛനും തമ്മിൽ പരിചയമുണ്ട്. അങ്ങനെയാണ് കല്യാണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഒരുപാട് പേര് കൂടുതൽ ചോദിക്കുന്നതാണ് എന്റെ പേരും ഇവളെ പേരോട് തമ്മിൽ. എന്റെ പേര് ഡാനി എന്നാണല്ലോ, അശ്വതി എന്നാണല്ലോ. പക്ഷെ രണ്ടുപേരും ഹിന്ദുക്കളാണ്. പിന്നെ അച്ഛന്റെ പേര് ജെയിംസ്. അച്ഛനും ഹിന്ദുവാണ്. പിന്നെ അച്ഛന്റെ വീട്ടിലുള്ള എല്ലാവരും പേര് ഏകദേശം ഒരു ക്രിസ്ത്യൻ ടച്ചുള്ള പേരാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ആരോമൽ എന്നാണ്. അതെ, അപ്പൊ അതേ കണക്കൊരു പേരുണ്ട് എനിക്ക് കിട്ടുന്നേ ഉള്ളൂ, ഡാനി എന്ന് പറഞ്ഞിട്ട്. എന്റെ അനിയത്തിയുടെ പേര് ഡോണ എന്നാണ്. ട്വിൻസ് ആണ് പേര്. അതും പലർക്കും അറിയത്തില്ല. പുള്ളിക്കാരിയെ കാണുമ്പോ എന്റെ അനിയത്തിയാണോ അല്ലെങ്കിൽ എന്റെ ചേച്ചിയാണോ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷെ ഇവരാണ് ട്വിൻസ്. അതും നമ്മുടെ പ്രഗ്നൻസിയും ഭയങ്കര റിലേറ്റഡ് ആണ്. കാരണം അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 years കഴിഞ്ഞിട്ടാണോ അല്ലേ, 3 years കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി പ്രഗ്നന്റ് ആവുന്നത്. അത് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 1 month കഴിയുമ്പോൾ തന്നെ ഞാൻ പ്രഗ്നന്റ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1 month ഗ്യാപ്പിലാണ് പുള്ളിക്കാരി പ്രഗ്നന്റ് ആവുന്നത്. അങ്ങനെ അനിയത്തിയുടെ കുഞ്ഞും ഏകദേശം ട്വിൻസിനെ പോലെ. അവര് തമ്മിൽ 13 days വ്യത്യാസമേ ഉള്ളൂ കുഞ്ഞുങ്ങൾ തമ്മിൽ. അപ്പൊ അതും ട്വിൻസ് പോലെ തന്നെയാണ് അവർ വളർന്നു വരുന്നത്. ഭയങ്കര സന്തോഷം. ആദ്യമായിട്ട്, അതായത് നീനു ബേബി പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നു. അപ്പം ആ ഒരു സമയത്ത് റിയാക്ഷൻ എന്തായിരുന്നു? ഫസ്റ്റ് നീനു ബേബി ഹാപ്പി, എങ്ങനെയാണ് അത് പറഞ്ഞതും കാര്യങ്ങളൊക്കെ, നീനു ബേബിയുടെ റിയാക്ഷൻ? ഞാൻ എന്ത് പറയാതെ പോയി ചെക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ഏട്ടനൊരു റിയാക്ഷൻ ഞാനപ്പോ അത് സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരുന്നു. അപ്പൊ നമുക്ക് വേറെ ആരെയും കൺസിഡർ ചെയ്യണ്ടല്ലോ. നമുക്കൊരു ബേബി വരുന്നു അങ്ങനെ ഒരു തോട്ട് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഏട്ടൻ എക്സ്പെക്ട് ചെയ്ത്, നമ്മളത് എക്സ്പെക്റ്റഡ് തന്നെ ആയിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ഒന്നും അല്ലായിരുന്നു. സോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ടൈമാണ് ആ പ്രഗ്നൻസി പീരീഡ്. അപ്പോഴാണെങ്കിൽ സ്ഥിരം എപ്പോഴും ഫുഡ് കൊടുക്കലായിരുന്നു, ഫുഡ് ഉണ്ടാക്കലായിരുന്നു. എനിക്കോ നീ ഈ സമയത്ത് അത്ര ഇല്ലല്ലേ? ഇപ്പൊ അത്ര ഇല്ല. അത് പറയുമ്പോഴത്തേനും അന്ന് ആ സമയത്ത് എപ്പോഴും കൂട്ടുകാരൊക്കെ അടുത്തുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. കൂട്ടുകാര് എപ്പോഴും കൂടെ ചേച്ചി ഇങ്ങനെ ഡാനി അച്ഛനായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. നമ്മുടെ ഗ്രൂപ്പിലെ ഫസ്റ്റ് അപ്പയും അമ്മയും അതെ അതെ, ഹോസ്പിറ്റലില് ചെന്ന് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും അവന്മാരിങ്ങനെ ഇനി അങ്ങോട്ട്. നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, ഫാമിലി പോലെയാണ്. എന്റെ ഡെലിവറി ടൈമിൽ അവന്മാര് ഹോസ്പിറ്റലിൽ ബെഡിൽ തന്നെ ആയിരുന്നു. ഇവിടെ പോലെ ബോറടിയൊന്നും ഇല്ലായിരുന്നു നമുക്ക് ആ സമയത്ത്, അഡ്മിറ്റ് ആയ സമയത്ത്. പക്ഷെ ഭയങ്കര പെയിൻഫുൾ ഒരു പ്രൊസീജിയർ ആയിരുന്നു. ഞാൻ 3 days എടുത്തു പ്രസവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോഴും പെയിൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇവന്മാരുള്ളപ്പോ നമ്മള് കോമഡി
ഫുൾ എന്റർടൈനിങ് ആയിരുന്നു. പക്ഷെ ഇത്തവണ എല്ലാവർക്കും ജോലിയായി, അതുകൊണ്ട് അവര് കാണില്ലായിരിക്കും. അതിന്റെ സങ്കടമുണ്ട്. പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്. അതുപോലെ അച്ഛനായപ്പോഴത്തേനും ഡാനിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും അച്ഛൻ? ദേഷ്യം കുറഞ്ഞു. കുറഞ്ഞു. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളേ അല്ല. എക്സ്ട്രീംലി ഭയങ്കര പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണ് ഏട്ടൻ. പക്ഷെ നമുക്ക് വീഡിയോ കാണുമ്പോൾ തോന്നത്തില്ല. അപ്പം അതിനകത്ത് കൂടുതലും കമന്റ് ഇതേപോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടും. ആക്ച്വലി അത് ലക്ക് തന്നെയാണ്. ഇതേ ഉള്ള ആകെ ഒരു നെഗറ്റീവ് പറഞ്ഞു എങ്ങനെയൊക്കെ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു. പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്. പക്ഷേ നീനു ബേബി വന്നതിന് ശേഷം അതിൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര വ്യത്യാസമാണ് അതിൽ. എനിക്ക് ഭയങ്കര സന്തോഷം. അവളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീനും ഇപ്പൊ എന്തെങ്കിലും കൊടുത്തേക്കാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് അച്ഛന്മാർക്ക് ഇപ്പം പെൺമക്കളോടായിരിക്കും കൂടുതൽ സ്നേഹം, അല്ലെ പെൺമക്കൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ. അപ്പൊ എനിക്കൊക്കെ ആണെങ്കിലും അച്ഛനോടാണ് കൂടുതൽ ഇഷ്ടം, അങ്ങനെ ഒരു കാര്യം. അപ്പം നീനു ബേബി ഉണ്ടാവുന്നതിന് മുന്നേ ഒരു ബേബി ഗേളിനെ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്? ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു. എനിക്ക് പൊട്ടെഴുതുന്നതും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് വരയ്ക്കാൻ സമ്മതിക്കൂല. കരിയൊന്നും വരയ്ക്കാൻ സമ്മതിക്കും. ഞങ്ങൾ ഇതുവരെ നീനു ബേബിക്ക് കരി വരച്ചിട്ടില്ല, ഇതുവരെ വരച്ചിട്ടില്ല. ഇങ്ങനെ പൊട്ടൊക്കെ കുത്തുവോക്ക്, പിന്നെ തലമുടി കെട്ടും, അതൊക്കെ നല്ല രസമാണ്. അതുകൊണ്ട് പെങ്കൊച്ചുങ്ങളെ കുറച്ച് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് വന്നത്. നിങ്ങൾ എത്രത്തോളം മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നോക്കിയാലോ? നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അച്ചുവിന്റെ ബർത്ത്ഡേ രണ്ടുപേരും എഴുതിക്കോ. അവള് എഴുതണോ? ആ, അപ്പോൾ നമുക്ക് കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. എഴുതിയോ? കാണിച്ചേ, പറഞ്ഞാൽ മതി. ഏതാണ്? ഫെബ്രുവരി 1, ഫെബ്രുവരി 23. യെസ്, ഇയറും എഴുതിയിട്ടുണ്ട്. ഫെബ്രുവരി 23 കറക്റ്റ്. ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് രണ്ടാൾക്കും. അടുത്തത് ഡാനി ചേട്ടന്റെ ബർത്ത്ഡേ കാണിച്ചേ. ജൂലൈ 23. യെസ്, കറക്റ്റ് ആണ്. അടുത്തത് അച്ചുവിന്റെ ഫേവറേറ്റ് ഫുഡ്. ബട്ടർ ചിക്കനും അപ്പം. ബട്ടർ ചിക്കൻ കറക്റ്റ് ആണ്, ബട്ടർ ചിക്കൻ ആണ്. അടുത്തത് ഡാനി ചേട്ടന്റെ ഫേവറേറ്റ് പ്ലേസ്, പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസ്, സ്ഥലം, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം. ആക്ച്വലി അങ്ങനെ നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല. പോയതിലോ? പോയതിൽ ഏറ്റവും എൻജോയ്മെന്റ് ഉള്ള സ്ഥലം. മതി മതി. അയ്യോ അയ്യോ, അതെന്താണ്? മൂന്നാറോ? എവിടെ എഴുതിയിരിക്കണേ? ഡീഫോർട്ട്. മൂന്നാറ്. ഞാൻ ഏറ്റവും എൻജോയ്മെന്റ് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞത്. ഞാൻ മൂന്നാറെങ്കിലും പ്രതീക്ഷിച്ചെന്നൊക്കെ. കൊല്ലത്തൊരു 3 സ്റ്റാർ ഹോട്ടൽ. ഞാൻ അവിടെ ഡീഫോർട്ടിലാണ് എൻജോയ് ചെയ്തത് ഏറ്റവും കൂടുതൽ. കൂട്ടുകാരുള്ളപ്പോ എല്ലായിരുന്നു നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്തത്. നമ്മൾ പോയ സ്ഥലം, അതിൽ എൻജോയ് ചെയ്ത സ്ഥലം, അത് ഡെഫിനറ്റ്ലി മൂന്നാറ് തന്നെ ആയിരിക്കും. ഇനി പോകണം എന്ന് ആഗ്രഹമുള്ള സ്ഥലം ഏതാണ്? രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടുണ്ട് എവിടെയും ട്രിപ്പ്? അങ്ങനെ ട്രിപ്പ് ഒന്നും നിങ്ങള്? ഇല്ല, നമ്മൾ അങ്ങനെയൊന്നും പ്ലാനിങ് ഇല്ല. തോന്നി കഴിഞ്ഞാൽ അങ്ങ് പോകും, അത്രേ ഉള്ളൂ. അല്ലാതെ പ്ലാൻ ചെയ്ത് പോകുന്നതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് പ്ലാനിങ് ഒന്നും നടക്കാറില്ല. ഓക്കെ, അടുത്തത് നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ഒരുമിച്ച് പോയ സ്ഥലം, ഫസ്റ്റ് ഒരുമിച്ച് പോയൊരു സ്ഥലം. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഫസ്റ്റ് ഒരുമിച്ച് പോയത് ഈ ഫാമിലി ആയിട്ട് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് പോയ സ്ഥലം. ഫാമിലി ഒന്നും അല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രം. ഇതൊരു മിഥുന സിനിമ പോലാണ് നിങ്ങൾ എല്ലായിടത്തും പോയത്. ഞങ്ങൾ ഫസ്റ്റ് പോയത്. എനിക്ക് ഓർമ്മയുണ്ട്. മിണ്ടരുത്. കല്യാണം കഴിഞ്ഞിട്ടാണോ കല്യാണത്തിന് മുന്നേ ആണോ? കല്യാണത്തിന് മുന്നേ നിങ്ങള്? ഇല്ല, പോയിട്ടില്ല. എൻഗേജ്മെന്റ്. നിങ്ങൾ ആദ്യമായിട്ട് എപ്പോഴാണെങ്കിലും ആദ്യമായിട്ട് ഒരുമിച്ച് പോയത്? കല്യാണം കഴിഞ്ഞിട്ടാണ് കൂടുതൽ പോയിട്ടുള്ളത്. ആദ്യമായിട്ട് ഒരുമിച്ച് പോയ സ്ഥലം? ആദ്യമായിട്ട് ഒരുമിച്ച് പോയ സ്ഥലം മതി, എവിടാണെങ്കിലും. ഇതാണ് തെറ്റി ചാടിയിട്ടു. വർക്കല. പാലരുവി. വർക്കല നമ്മള് പോയിട്ടുണ്ടോന്നൊക്കെ? പോയി. അച്ചുവിന് മാർക്ക് പോയി, ഇവിടെ മാർക്കുണ്ട്. പാലരുവിയാണ് ഒരുമിച്ച് പോയതെന്ന്. ഡാനി ചേട്ടൻ സ്നേഹം കൂടുമ്പോൾ അച്ചുവിനെ വിളിക്കുന്നത്? എന്റെ ആൻസർ തെറ്റാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. ചക്കരെ പൊന്നെ മോളെ പൊന്നാ
അയ്യോ തെറ്റിച്ചു. നീ തെറ്റിച്ച്. നീ പ്രഗ്നൻസി ടൈമിൽ നീ കുറെ കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്. മറവി രോഗം വന്നിരിക്കുന്നു. ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ മറക്കുന്നു. അതുപോലെ തന്നെ തിരിച്ചും അച്ചു സ്നേഹം കൂടുമ്പോ ഡാനി ചേട്ടനെ വിളിക്കുന്നത് പൊന്ന കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങോട്ട് കൊണ്ട് അങ്ങനെ തന്നെ വിളിക്കുക, അതാകുമ്പോ വേറെ മാറിപ്പോ. അതെ. അടുത്തത് ഡാനി ചേട്ടന്റെ ഫേവറേറ്റ് സോങ്. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും സോങ്സ് ഉണ്ട്, അതായത് ഇപ്പൊ നീനു ബേബി വന്നതിന് ശേഷം എപ്പോഴും പാട്ടൊക്കെ ഭയങ്കര. അത് അവളോട്ടാ, അത് കേട്ടിട്ട് മടുത്ത്. ഒരു പാട്ട് തന്നെ ഒരു ദിവസം ഒരു 12 മണിക്കൂർ ഒരു പാട്ട് തന്നെ ഒരു 24 വട്ടമെങ്കിലും റിപ്പീറ്റ് വരും. ഫേവറേറ്റ് സോങ്. അതിനിടയ്ക്ക് നിങ്ങളുടെ ഫേവറേറ്റ് സോങ് ഉണ്ടായിരിക്കുമല്ലോ. ഫേവറേറ്റ് സോങ് ഡാനി ചേട്ടന്റെ. എന്റെ ഫേവറേറ്റ് ഇതാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതല്ലെങ്കിലും എനിക്ക് ഓർമ്മ പോലും ഇല്ല. ജയചന്ദ്രന്റെ ആണോ? അയ്യോ ആണോ ചോദിക്കുന്നു. അയ്യോ എനിക്ക് ഓർമ്മയില്ലടേ, എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലെന്ന്. ഏതാ? മയ്യണി കണ്ണിന്റെ മറ്റേ ഗ്രാമഫോണില് ഞാനും കൂട്ടുകാരൊക്കെ ഇരുന്ന് പാടാറുണ്ട്. എന്നിട്ട് ഓർമ്മയില്ലെന്നോ? അല്ല, ജയചന്ദ്രന്റെ എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതിനകത്തൊരു ഫേവറേറ്റ് പാട്ടാണ്. അടുത്ത് എനിക്ക് പോയിന്റ് ഉണ്ട്. അതെ, ഇവിടെ പോയിന്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ആർക്കാ? എഴുതിക്കോ. ഏട്ടൻ. കറക്റ്റ് ആണ്. അടുത്തത് നിങ്ങളെ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആരാ? ഗുഡ് കുക്ക്. അച്ചു വല്ലതും കുക്ക് ചെയ്യാറുണ്ടോന്നായിരിക്കും ചോദിക്കേണ്ടത്. അച്ചു കുക്ക് ചെയ്യാറുണ്ട്, പക്ഷേ എന്താ മീ ഏട്ടൻ അച്ചു കുക്ക് ചെയ്യാറുണ്ടോ? അച്ചു കുക്ക് ചെയ്തൊക്കെ തരാറുണ്ട്. ഞാനിപ്പോ അമ്മ ഇടയ്ക്ക് ഗൾഫിൽ പോയ സമയത്തൊക്കെ ഫുൾ അച്ചുവാണ്. അതാണ് എന്റെ ഫുൾ പ്ലാനിങ് തെറ്റി. ഞാൻ കറക്റ്റ് പ്ലാനിങ്ങിലെല്ലാം പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് പ്രഗ്നന്റ് ആവുന്നത്. അതോടെ പ്ലാനിങ് എല്ലാം തെറ്റി. എല്ലാ ദിവസവും രാവിലെ എണീച്ച് എല്ലാം കുക്ക് ചെയ്ത് 1 by 1 ആയിട്ടെല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്കാണ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞത്. അതോടെ പിന്നെ അമ്മ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു. പിന്നെ തിരിച്ച് കുക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഡാനി ചേട്ടന്റെ കയ്യിലേക്ക് വന്നു. ഏട്ടന് സാമ്പാറോ അവിയലോ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. പക്ഷെ എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണല്ലോ ഓരോ ദിവസം. നമുക്ക് സാമ്പാറോ അവിയലൊന്നും ഇഷ്ടമല്ല കാണാനും. എന്നും ഓരോ വെറൈറ്റി ഐറ്റംസ് അല്ലേ? അതെ അതെ. അതും അച്ചു പറയണ ഡിഷ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെറൈറ്റി ഐറ്റംസ് കിട്ടാറില്ല. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് വാവ് സൂപ്പർ നന്നായിട്ടുണ്ട് എന്ന് പറയാറുണ്ടല്ലോ, സത്യം സത്യസന്ധമായ കാര്യം. ഞാൻ കൊള്ളാത്ത സാധനം അങ്ങനെ ഞാൻ പറഞ്ഞു. കൊള്ളത്തിലാന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട്. കൊള്ളത്ത സാധനം എത്രയോ വീഡിയോ ഉണ്ട്. കൊള്ളത്തിലാന്ന് പറഞ്ഞിട്ടുള്ള കൊള്ളത്തിലാന്ന് പറഞ്ഞ വീഡിയോയും ഉണ്ട്. കറക്റ്റ് ആയിട്ട് തന്നെ പറയും. അടുത്ത ലാസ്റ്റ് നിങ്ങളുടെ വെഡിങ് ഡേറ്റ് രണ്ടുപേർക്ക് നല്ല ഓർമ്മയുണ്ടാവും. പിന്നെ അത് മറക്കാൻ പറ്റില്ലല്ലോ. മറക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ചെറിയ ഡൗട്ട്. അച്ചു ഞാൻ സിമ്പിൾ ചോദ്യങ്ങൾ ഓർമ്മയില്ല. ഞാൻ മറന്നുപോയി. എടി നിനക്ക് മറന്നൂടെ? എനിക്ക് മറന്നൂടെ? അല്ല നിനക്ക് മറക്കാല്ലേ? ഇതാരെങ്കിലും മറക്കോ? അയ്യേ നാണക്കേടാണ്. പെട്ടെന്നൊരു ഡേറ്റ് ഈ വീഡിയോ ഇറങ്ങുമ്പോ കല്യാണ തീയതി മറന്നു. അല്ല ഇത് തന്നെ ആയിരിക്കും. ഏതാ പറഞ്ഞോ? October 21st. ഓ കറക്റ്റ് അല്ലേ? അല്ല ഞാൻ പെട്ടെന്ന് എഴുതി. ദൈവം പിന്നെ ദൈവം ഇതാണോ കല്യാണം October? ഞാൻ പറഞ്ഞപ്പോഴേ ഞാൻ എഴുതി സാധനം. പിന്നെയാണ് ഡൗട്ട് വന്നത്. തെറ്റിട്ട് ഓർമ്മ കാണുമല്ലോ എന്ന് എടുത്തു പറഞ്ഞില്ലേ, അപ്പോഴത്തേക്കും ഞാൻ മറന്നുപോയി. അപ്പം വിജയകരമായി രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വർക്കല പോയി. പൊന്നാന്നുള്ള വിളി. അതെ, ഏറ്റവും എന്താ പറയണത് അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ഇവര് മറന്നുപോയത്. ബാക്കിയല്ലേ ഇവർക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ. അപ്പൊ ഇപ്പം അങ്ങനെ ഗംഭീരമായിട്ട് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. രണ്ടുപേരും ജയിച്ചിട്ടുണ്ട്. താങ്ക് യു. ഡാനി ഡേയ്സിൽ ഇപ്പൊ ഈ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് ഒരാളെ കാണാൻ വേണ്ടിയാ. ആരാണ്? നമ്മുടെ സ്വന്തം നീനു ബേബി. അപ്പൊ നമുക്ക് നീനു ബേബിനെ കൂടെ വിളിച്ചാലോ? അവളില്ലാതെ ഈ ഇന്റർവ്യൂ ഫുൾ ആവത്തില്ല. നമുക്ക് വിളിച്ചാലോ? ഇപ്പൊ നിങ്ങളുടെ വീഡിയോസിനേക്കാളും കൂടുതൽ ഫാൻസ് ഉള്ളത് ആർക്കാന്നറിയോ? നീനു ബേബിക്കാണ്. കാരണം എല്ലാ കമന്റ് ബോക്സും കൊണ്ടുവന്ന് ഇപ്പൊ നീനു ബേബിയാണ്. അവളെ കാണാൻ വേണ്ടി ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നല്ലേ? കൂടുതൽ ആൾക്കാർ പറയുന്നത് ഇപ്പൊ നീനു ബേബി കാണാനാണ് നമ്മള് വീഡിയോ കാണുന്നത്. ലോങ് വീഡിയോസ് കൂടുതലും കാണാൻ അവരെല്ലാരും പറയുന്നത് നീനു ബേബിയെ കാണാൻ വരുന്നവർ ലൈക്ക് ചെയ്യും. നീനു ബേബി ഒരു ഹായ് കൊടുത്തേ.
ഹായ്. നീനു ബേബി എങ്ങനെ എല്ലാരും ഒക്കെ ആയിട്ട് എല്ലാവരുടെ അടുത്ത് പോകുമോ അതോ അച്ചു തന്നെ വേണമെന്നുണ്ടോ? അല്ല പോവും, എല്ലാവരുടെ അടുത്തും പോവും. പിന്നെ അവളുടേതായ കുറച്ച് ടൈം ഉണ്ടല്ലോ, ഈ ഉറങ്ങുന്ന ടൈം, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് മാത്രം വാശിയുണ്ട് ചെറിയ രീതിയിൽ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ഇപ്പൊ രണ്ടാമത് പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പം നീനു ബേബിനെ നോക്കണം, അതുപോലെ തന്നെ ഉള്ളിൽ ഒരാളുണ്ട്. അപ്പൊ ആ ഒരു ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നു രണ്ടും? എല്ലാം കൂടെ ഭയങ്കര പാടാണ് മാനേജ്. നല്ല പാടാണ്. പക്ഷേ ആക്ച്വലി ഇപ്പോഴല്ല അതിന്റെ പാട് വരുന്നത്. അപ്പോൾ ആള് പുറത്ത് വരുമ്പോഴത്തേക്കും ഭയങ്കരമായ പാടായിരിക്കും. നമ്മളെപ്പോഴും ഇവളുടെ കാര്യം, ഒന്നാമത്തെ കാര്യം ഇവളെ വലിയ കുഞ്ഞല്ലല്ലോ, സോ നമ്മൾ എപ്പോഴും ഇവളെ കെയർ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ വരുന്ന ആളെ കെയർ ചെയ്യണം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. ഹായ്. നീനു ബേബി ഇങ്ങനെ പുറത്തൂടെയൊക്കെയാണോ എപ്പോഴും നടക്കുക, അങ്ങനെയൊക്കെയാണോ? എപ്പോഴും ഇങ്ങനെ നടക്കാൻ പുറത്ത് പോകുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം, അകത്തിരിക്കുന്നതിന് കാട്ടി. അവർക്ക് അതാണ് കൂടുതലും പുറത്തിങ്ങനെ ഇറങ്ങി നടക്കുന്ന ഇഷ്ടം. അതുപോലെ എനിക്കിപ്പോൾ ചേച്ചിയോട് ചോദിക്കാനുള്ളത്, ഇപ്പം ആദ്യം ഒരു ഫസ്റ്റ് ഡെലിവറി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇപ്പം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് പേര് പറയുന്നതാണ് ആ ഒരു ട്രോമ കാര്യങ്ങൾ, ഡിപ്രഷൻ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ചേഞ്ചസ്. അപ്പോൾ ആ ഒരു ചേഞ്ചസിലൂടെ കടന്നു പോകുന്ന സമയത്ത് തന്നെയാണ് സെക്കൻഡ് പ്രഗ്നൻസി വരുന്നതും സെക്കൻഡ് ടൈം പ്രഗ്നന്റ് ആവുന്നതും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൽ അധികം ആൾക്കാരൊന്നും പെട്ടെന്ന് ഇങ്ങനെ ആവില്ല. അപ്പം എന്താണ് ശരിക്കും അതിലൊരു ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സപ്പോർട്ട് വേണ്ട ആളാണ് ഹസ്ബൻഡ്. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും പ്രാക്ടിക്കൽ ആവുന്ന കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയും, ഞാൻ അങ്ങനെ പറയുന്നതല്ല, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് വെച്ചാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡാണ് എനിക്ക് കിട്ടിയത്. ഭയങ്കര മെൻ്റലി നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇവളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് പെട്ടെന്ന് ഞാൻ ഓൾറെഡി ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ കൂടെ ഇവളെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ വെറുതെ ഇരുന്ന് കരയുക, പെട്ടെന്ന് നമ്മുടെ ഇമോഷൻസ് എല്ലാം പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. ചിലപ്പോൾ കരയും, ചിലപ്പോൾ ചിരിക്കും. അങ്ങനത്തെ ഒരു വീഡിയോ എനിക്ക് വന്ന് കഴിഞ്ഞ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ടു Z കാര്യങ്ങൾക്ക് എന്നെ ആ 3 months ഇവിടെ എന്നെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവളുടെ കാര്യം നോക്കും, എൻ്റെ കാര്യങ്ങൾ നോക്കും. നമുക്ക് അമ്മയും എല്ലാവരും നമ്മൾ അടുത്ത് കാണും, പക്ഷേ ഹസ്ബൻഡിൻ്റെ പ്രസൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എത്ര പറഞ്ഞാലും നമുക്ക് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പൊ അത് തന്നെയാണ് അത് തന്നെയാണ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഏട്ടൻ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഒറ്റയ്ക്ക് പോകാറില്ല, എവിടെ പോയാലും എന്നെ കൊണ്ട് പോകും. അങ്ങനെ ഒരു ഇതുണ്ട്. ഏട്ടൻ്റേതായിട്ടുള്ള വേറൊരു ടൈമില്ല. നമുക്ക് നമ്മുടെ ഫാമിലി ടൈം മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും നമ്മൾ ഒരുമിച്ച്, ഞാനും ഏട്ടനും അവളും ഒരുമിച്ച്. വേറെ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ ഒരുമിച്ച്. ഏട്ടൻ ഒറ്റയ്ക്ക് പോയാണെങ്കിലും ഞാൻ കൂടെ കാണും. അങ്ങനെ ഒരു ടൈമാണ്. അതുകൊണ്ട് ആ പ്രസൻസ് തന്നെ ആയിരിക്കണം എന്നെ ഇതെല്ലാം. അതെ തീർച്ചയായിട്ടും. ഇപ്പം പെൺകുട്ടികളുടെ കാര്യത്തിലാണ് ഇപ്പൊ കൂടുതലും ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളുടേത് മാത്രമാണെന്നൊക്കെ കുറെ പേര് പറയും. എന്നാൽ അങ്ങനെയല്ല, വി ആർ പ്രഗ്നന്റ് എന്നാണ് നമ്മളോടും പറയാറ്. അപ്പം ചേട്ടനെ സംബന്ധിച്ച് ഇപ്പം എനിക്ക് തോന്നുന്നു കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, രണ്ടാമത്തെ പ്രഗ്നൻസി റിവീൽ ചെയ്ത സമയത്ത്, അതായത് ഡാനി ചേട്ടൻ ഹാപ്പി ആയിട്ടിരിക്കാം, ആളല്ലേ ഡിപ്രഷനിലൂടെ ആണെങ്കിലും ഈ സ്റ്റേജിലൂടെ പെയിൻ ഒക്കെ ആൾക്കല്ലേ ഉള്ളൂ എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വരുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ. അപ്പം ആ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഡാനി ചേട്ടൻ ഹാൻഡിൽ ചെയ്തത്? ഹാൻഡിൽ ചെയ്യുന്ന പറഞ്ഞാൽ മാക്സിമം ഹാപ്പി ആയിട്ട് വെക്കുക. അല്ലാതെ ഇതിപ്പം അവക്ക് എന്തോ വിഷമം വരുമ്പോഴൊക്കെ ഞാനിവിടെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാനും അവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പം എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് സങ്കടം വരുമ്പോഴത്തേക്ക് ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ. ഇപ്പം കുഞ്ഞോടുള്ള സമയത്താണെങ്കിൽ കുഞ്ഞിനെ എടുത്തോണ്ട് അവളെടുത്തൊന്ന് മാറ്റും. ഇപ്പം അവൾക്ക് കുറേ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഈ ഇടയ്ക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് കുറേ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം കുഞ്ഞിനെ എടുത്തോണ്ട് അവിടെ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോവുക, അങ്ങനെ മാക്സിമം കെയർ ചെയ്തേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്കിപ്പോൾ തേച്ച് മാച്ച് കളയാൻ പറ്റുന്ന സംഭവമല്ലല്ലോ. അപ്പൊ അതങ്ങ് അതിന്റെ കൂടെ അങ്ങ് കൊണ്ടുപോവുക, അത്രേ ഉള്ളൂ. നമ്മള് വ്ലോഗിൽ കാണുന്ന ആ ഒരു കുറച്ചു നേരം മാത്രമല്ല, അതിനുശേഷം നമ്മുടെ ജീവിതം ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞ ഒരു ദിവസം ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ ഇവിടെ ആണെങ്കിൽ, എൻ്റെ വീട്ടിലാണെങ്കിലും ഏട്ടൻ്റെ വീട്ടിലാണെങ്കിലും വ്യത്യാസമുണ്ട്. ഏട്ടൻ്റെ വീട്ടിലാണെങ്കിൽ അവൾക്ക് പുറത്തിറങ്ങി കളിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും അവിടെ കുറവാണ്. കാരണം പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡ് സൈഡാണ്. ഇവിടെ ആകുമ്പോഴത്തേക്കും അവൾ പുറത്തൊക്കെ ഇറങ്ങി നിന്നാലും നമുക്ക് പേടിക്കാൻ ഇല്ല. അപ്പോൾ ആ ഒരു ഫ്രീ ടൈമിലൂടെ എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ അമ്മ ഇവളുടെ എല്ലാ കാര്യങ്ങളും നോക്കാറുണ്ട്. പക്ഷെ അവിടെ ആകുമ്പോഴത്തേക്ക് ഏട്ടൻ്റെ അമ്മയ്ക്ക് അത്രയും നോക്കാനുള്ള ഒരു എടുത്തോണ്ട് നടക്കാൻ അമ്മയ്ക്ക് പറ്റത്തില്ല. പിന്നെ കഴിഞ്ഞ പ്രഗ്നൻസി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഞാൻ കുറച്ചുകൂടെ ഡയറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്.
കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇച്ചിരി നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്രീ ടൈം എന്ന് പറയുന്ന ഒരു മറ്റേ ആദ്യം പ്രഗ്നന്റ് ആയ സമയത്ത് നമുക്ക് കൂടുതലും റെസ്റ്റിംഗ് ടൈമാണ്. ഇപ്പോൾ ഫ്രീ ടൈം എന്നുള്ളൊരു ടൈമില്ല. ഫുൾ ടൈം ഇവളുടെ കൂടെ ഇവളെ കരയുന്നു, ഇവളെ എടുക്കുന്നു, ഇവളെ ഉറക്കുന്നു, പിന്നെ നമ്മുടേതായ ഫുഡ് കഴിക്കുന്നു, അങ്ങനത്തെയൊക്കെ പരിപാടികൾ തന്നെ. പിന്നെ രാത്രി ആ സമയത്തൊക്കെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു. ഇപ്പൊ അതൊന്നും നടക്കൂല. അങ്ങനെയൊക്കെ ഉള്ളതാണ്. ടെൻഷൻ ഇനിയിപ്പോ ഒരാളൂടെ വരുമ്പോ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഏകദേശം ഒരേ പ്രായമൊക്കെ ആയിരിക്കും. അത് അങ്ങനെയുള്ള ഡിഫറൻസ് ഇല്ലാതെ ഈ അപ്പോഴത്തെ ഉറക്കം കിട്ടാത്തത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ മെന്റലി അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. കാരണം ഇനിയിപ്പം ഇവള് ഉണരുന്ന സമയത്ത് വരുന്ന കുഞ്ഞ് ഉണരും, അങ്ങനെ രണ്ടുപേരും ഉറക്കം മാറി മാറി വരും. അങ്ങനെയൊക്കെ ഉള്ള ടെൻഷൻസ് ആണ് ഇപ്പം. ഒരുപാട് ദിവസങ്ങൾ ഇവള് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഒരുപാട് ദിവസങ്ങൾ ഞങ്ങൾ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ടൈം വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെയൊക്കെ ടെൻഷൻ ഇപ്പോഴേ ഉണ്ട്. ഉറക്കമൊക്കെ പോയി ആയിരുന്നു വട്ടാവും ഇങ്ങനത്തെ കരയൊക്കെ നന്നായിട്ട് നമുക്ക് അതും നമ്മളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ഉറക്കമില്ലായ്മ ഭയങ്കര ഒരു. ഇപ്പൊ എത്ര മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്? 4 മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ആദ്യത്തെ നീനു എന്നുള്ള പേര്, അപ്പം നിങ്ങള് കുട്ടിക്ക് പേരിടാൻ ആദ്യം എങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത്, ആ പേരിലേക്ക് എത്തിയത്? നമ്മള് സത്യം പറഞ്ഞ ഞാൻ നദി എന്ന് പറഞ്ഞിട്ടൊരു പേരാണ് ഞാൻ നോക്കി വെച്ചത്. പിന്നെ ഇങ്ങനെ നദി, പിന്നെ അമ്മയൊക്കെ ഒരു പേര് പറഞ്ഞ് നിള എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെ നിളയായി. നീനുന്ന് നമ്മള് നോർമലി വീട്ടിലങ്ങ് വിളിച്ചു തുടങ്ങിയത് നീനു. എല്ലാരും വിളിക്കുന്നത് നിളയെന്നാണ് ഒഫീഷ്യലി ഉള്ള പേര്, നിളയെന്നാണ് നെയിം. പക്ഷെ എല്ലാവർക്കും നീനുവേ അറിയത്തുള്ളൂ. രണ്ടാമത്തെ ബേബിക്ക് പേരെന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? ഒരു പേരും ഇല്ല. നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പം നീനുവിനെ അടക്കം ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് കമന്റ്സിനോട് നിങ്ങൾ എങ്ങനെയാണ് ഒറ്റൊരു റിയാക്ഷൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അത് കൊടുക്കുന്ന ഒരു ഇമ്പാക്ട് എങ്ങനെയായിരിക്കും? ആദ്യമൊക്കെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞു ആദ്യം ഇവള് കരഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഡെലിവറി ആയ സമയത്ത് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോഴത്തേക്ക് ഇവള് കരഞ്ഞിട്ട് കേട്ടോ പറ്റത്തില്ല, എനിക്ക് ഇനി ഞാൻ യൂട്യൂബ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ അടുത്തൊക്കെ പറയാനുള്ള ഈ നെഗറ്റീവ് കമന്റ് പോലും പ്രഗ്നന്റ് ആണെന്ന് പോലും കൺസിഡർ ചെയ്യാതെ ഇവർക്ക് എന്തോ ആനമുട്ട പുഴുങ്ങി കൊടുത്താലും ഇത് ചെയ്യും, എന്തോ പിന്നെന്തോ പട്ടിക്കാട്ടം അങ്ങനെയൊക്കെ പട്ടിക്കാട്ടം പുഴുങ്ങി കൊടുത്താലും ഇവള് കഴിക്കും. നീനു ബേബിക്ക് ഫുഡ് കൊടുക്കുന്ന സീൻസിലൊക്കെ പറയുന്നുണ്ട് ഇവളുടെ കൊച്ചല്ലേ, കഴിക്കുമെന്ന് പറഞ്ഞ് കൊച്ചിനെ വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതെ. അപ്പൊ എനിക്കത് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവരെ വീട്ടിലെ ആ ഒരു ഫ്രസ്ട്രേഷൻ, ആർക്കും കാണിക്കാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ ഇങ്ങനെ ഒളിഞ്ഞിരുന്നു എന്ന് കമന്റ് ചെയ്യുക, അതാണ് എനിക്ക് തോന്നിയത്. പലപ്പോഴും ഒരാൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസൂയാണ് കമന്റ് ബോക്സിൽ പലപ്പോഴും വരുന്നതെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾ എന്താണെങ്കിലും കമന്റ് നീനു ഓടി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്നാലും കമന്റ് ബോക്സ് ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ഇതുപോലെ ഈ ഒരു പോസിറ്റിവിറ്റി. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രഗ്നൻസിനേക്കാളും സെക്കൻഡ് പ്രഗ്നൻസിയിൽ അച്ചു കുറച്ചും കൂടി പോസിറ്റീവായിട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം ഹെൽത്ത് വൈസ് ആണെങ്കിലും അതുപോലെ ആ ചിരിയാണെങ്കിലും നീനും കൂടെ ഉള്ളതിന്റെ ആ ഒരു സന്തോഷമൊക്കെ. എന്തായാലും എനിക്ക് ഓൾ ദി ബെസ്റ്റ്. നമ്മൾ സെക്കൻഡ് ബേബിക്ക് വേണ്ടിയും നമ്മളും കാത്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.